മഞ്ചേശ്വരത്ത് CPM സ്ഥാനാർത്ഥിയുടെ കെട്ടിവെച്ച കാശ് അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ഒരു കാലത്ത് ചുവപ്പ് കോട്ടയായിരുന്നു മഞ്ചേശ്വരം. അവിടെയാണ് CPM സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേനെക്കാട്ടിലൊക്കെ എത്രയോ വോട്ടിന് പിന്നിലാണ്. എന്തിന് അയാൾ വോട്ട് ചെയ്ത ബൂത്തിൽ പോലും ആ പാടെ 100 വോട്ടിന് താഴെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും വോട്ട് കച്ചവടം നടന്നത് ആരാണ് വോട്ട് കച്ചവടം നടത്തിയത്? അല്ല, അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലോ. വോട്ട് കച്ചവടം നടത്തിയ CPM തന്നെയാണ്. CPM തന്നെയാണ്. എല്ലായിടത്തും CPMന് കുറവുണ്ടായിരുന്നു. അതിനകത്ത് വോട്ട് കച്ചവടം എന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. മഞ്ചേശ്വരത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയായിരുന്നു. മഞ്ചേശ്വരത്ത് നമ്മൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ ഇക്കുറി തീർച്ചയായും ജയിക്കുമെന്നാണ് കരുതിയത്. 2 തവണ മത്സരിച്ചിരുന്നില്ലേ? 2 തവണയും നിസ്സാര വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആളാണ്. ഇത്തവണ തീർച്ചയായിട്ടും വിജയിക്കും. കാരണം കഴിഞ്ഞ തവണ 600-700 വോട്ടിനാണ് പുള്ളി 89 വോട്ടിന് തോറ്റു. അത് കേസാകുകയും ചെയ്തു. കഴിഞ്ഞ തവണ പിന്നെ വിമതനെ കൊണ്ടുവച്ചു, സുന്ദരയോ സുരേന്ദ്രൻ ഒരു വിമതനെ കൊണ്ടുവച്ചു. അപ്പൊ അങ്ങനെ അവരും കുറച്ച് വോട്ട് പിടിച്ചു. എന്തായാലും ശരി, ഈ പറയുന്ന മഞ്ചേശ്വരം BJPയുടെ ഒരു മണ്ഡലമായിരുന്ന മഞ്ചേശ്വരത്ത് BJP 33,000-ൽ പരം വോട്ടിനാണ് തോറ്റത്. അത് വളരെ വലിയൊരു മാറ്റമാണ്. BJP സംബന്ധിച്ചിടത്തോളം BJP സംസ്ഥാന നേതൃത്വവും ഒരുപക്ഷെ ഇത് ഞെട്ടിക്കാണും. കാരണം അവർ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സീറ്റാണ്. ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ ഏത് വോട്ടുകളുടെ ഏകീകരണം നടന്നു? നമുക്കറിയാം MKM അഷ്റഫ് എന്ന് പറയുന്ന IUML സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ 2 ഹിന്ദു സ്ഥാനാർത്ഥികളാണ് CPMനും BJPക്കും മത്സരിച്ചത്. അപ്പോൾ ഏകീകരണം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിച്ചു, ന്യൂനപക്ഷ വോട്ടുകളും ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന CPMന്റെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് ഡിവൈഡ് ചെയ്തു പോയി. അപ്പോൾ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ ഏതാണ്ട് 80% മേൽ 85% സുരേന്ദ്രന് ലഭിച്ചു. സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നത് 36% വോട്ടാണ്. 67,696 വോട്ട് പിടിച്ചു. അതിൻ്റെ ഡാറ്റാസ് വളരെ രസകരമാണ്. അതായത് ആകെ പോൾ ചെയ്ത വോട്ട് 1,87,888 വോട്ടാണ്. അപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയാണ് സുരേന്ദ്രനെതിരെ മത്സരിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയത് വെറും 21,212 വോട്ടാണ്. അതായത് മറ്റു മണ്ഡലങ്ങളിൽ ചിലയിടത്തൊക്കെ BJPക്ക് കിട്ടിയ വോട്ടാണ് അവിടെ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അപ്പം അഷ്റഫിന് കിട്ടിയത് AKM അഷ്റഫ്, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 96,958 വോട്ടാണ്. അതായത് 1,00,000 വോട്ടിനടുത്ത് പിടിച്ചു. ഈ പറയുന്ന സുരേന്ദ്രന് കിട്ടിയത് 67,696. 51.6% വോട്ട് അഷ്റഫ് നേടി. സുരേന്ദ്രന് കിട്ടിയത് 36%, LDFന് കിട്ടിയത്, അതായത് CPMന് കിട്ടിയത് 11.29%. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ജില്ലയിൽ BJPയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടന്നിരുന്നു. അശ്വിനിക്കെതിരെ ആരോപണം വന്നിരുന്നു. അത് അവിടെ ജില്ലാ പ്രസിഡന്റ് നേരെ പ്രവർത്തിച്ചില്ലെന്ന് അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ വന്നു. സാധാരണഗതിയിൽ കാസർഗോഡ് പണ്ട് നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ജയസാധ്യത ഉള്ള ഒരു ജില്ല എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും മത്സരിക്കണമെന്ന് താല്പര്യങ്ങൾ ഉണ്ടാകാം. അല്ലാത്തൊരു ജില്ല അത്ര തള്ളുവരുമില്ലല്ലോ. പക്ഷെ അതൊരു കാരണമായിരിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ പറഞ്ഞ വിഷയങ്ങൾ അശ്വിനി മഞ്ചേശ്വരത്ത് സീറ്റ് മോഹിച്ചിരുന്നയാളാണ്. പക്ഷേ ഇവർക്ക് സീറ്റ് നിർണയത്തിൽ ഒരു വലിയ പിഴവ് പറ്റി BJP വട്ടിയൂർക്കാവിൽ എന്തിനാണ് ശ്രീരേഖയെ മത്സരിച്ചത്? ആ സ്ഥലത്ത് കുമ്മനം രാജശേഖരനോ K സുരേന്ദ്രനോ മത്സരിച്ചെങ്കിൽ ഒരു സീറ്റ് കൂടി കിട്ടുമായിരുന്നു. ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ഇവിടെ ശ്രീലേഖ മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് വട്ടിയൂർക്കാവ് തോറ്റുപോയത്. കാരണം വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനല്ല, കഴിഞ്ഞ തവണ കുമ്മനമായിരുന്നു. കുമ്മനം നല്ലപോലെ വോട്ട് പിടിച്ച 4,000 വോട്ടിനും കണ്ടല്ലേ. മാത്രമല്ല ആ പഴയ നോർത്ത് മണ്ഡലമാണല്ലോ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ BJPക്ക് നല്ല അടുത്തുള്ള മണ്ഡലം തന്നെയാണത്. അതെ. കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണെന്നുള്ള ഓർത്തോളണം. അവിടെ നിന്ന് വലിയൊരു ശതമാനം കൗൺസിലർമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടിയൂർക്കാവ് ശരിക്കും തിരുവനന്തപുരം ജില്ലയിൽ BJP കൈവിട്ടതാണ്. അതിനകത്ത് BJPയിലെ ഗ്രൂപ്പിസ് ഒരു വലിയ ഘടകമായിട്ട് തന്നെ നിൽക്കും. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല പ്രഗത്ഭ ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ പോലും പിന്നീട് രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ അവരുടെ പെർഫോമൻസ് അത്ര ശരിയായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് എത്രത്തോളമെന്ന് അറിയില്ലെങ്കിൽ പോലും പിന്നീട് മാധ്യമങ്ങളിലൊക്കെ തന്നെ അവർ ഈ ഒരു പൊതുപ്രവർത്തക രാഷ്ട്രീയ നേതാവ് എങ്ങനെ പെരുമാറണം എന്നുള്ള രീതി പലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് തോന്നുന്നത്. ആരും പറഞ്ഞു കൊടുത്തത്. എന്താണെങ്കിലും മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് സുരേന്ദ്രനെ വിജയിപ്പിക്കാനായിരുന്നെങ്കിൽ സുരേന്ദ്രനെ കോന്നി മത്സരിച്ചാൽ പോലും ചിലപ്പോൾ സുരേന്ദ്രൻ വിജയിച്ചു. നേരത്തെ മത്സരിച്ചാണ് 39-40% വോട്ട് പിടിച്ചയാളാണ്. അദ്ദേഹത്തിന് അവിടെ ഇപ്പം ജനീഷ് കുമാറിനെതിരെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ ഒരുപക്ഷെ ഈ ജനീഷിൻ്റെയും പിന്നെ സതീഷ് കൊച്ചുപറമ്പിലിൻ്റെയും വോട്ടുകൾ സ്പ്ലിറ്റ് ആകുന്നതിനിടയിൽ നിന്ന്
സുരേന്ദ്രൻ ഒരുപക്ഷെ ജയിച്ചു കയറും. അതൊന്നും വേണ്ട, വട്ടിയൂർക്കാവ് ഷുവർ സീറ്റായിരുന്നു. വട്ടിയൂർക്കാവ് വേണമെങ്കിൽ സുരേന്ദ്രനെ മത്സരിപ്പിക്കാതെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല എന്നുള്ളതാണ്. സുരേന്ദ്രനെ കുമ്മനം രാജശേഖരനെ കുമ്മനം രാജശേഖരനെ ഇവർക്ക് വട്ടിയൂർക്കാവിൽ നിർത്തിക്കൊണ്ട് കെ സുരേന്ദ്രനെ ആറന്മുള മത്സരിപ്പിക്കാം. അതെ, ആറന്മുളയിൽ സുരേന്ദ്രൻ വന്നിരുന്നെങ്കിൽ ഉറപ്പായും ചിലപ്പോൾ ജയിക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ഹിന്ദു കൺസോൾട്ടേഷൻ ഇപ്പൊ തന്നെ നമുക്കറിയാം ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ദുർഭരണത്തെ തൂത്തെറിയണം, അതിന് ഒരു ബദൽ ജനം കണ്ടെത്തുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ മണ്ഡലത്തിൽ നോക്കുമ്പം നല്ല ഗ്ലാമർ ഉള്ള BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ ജയിച്ചിരിക്കും. അതാണ് വി മുരളീധരനും BB ഗോപകുമാറും ഇദ്ദേഹവും ജയിച്ചത്. തിരുവല്ലയിൽ അനൂപ് ആന്റണി രണ്ടാമത് വന്നതും ഒക്കെ അതുകൊണ്ടാണ്. പിന്നെ പാലക്കാട് കയ്യിൽ കിട്ടേണ്ട ഒരു സീറ്റാണ്, അതും കയ്യിൽ കളഞ്ഞത് BJPയിലെ ഗ്രൂപ്പിസമാണ്. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ മഞ്ചേശ്വരത്തേക്ക് വന്നാൽ കെട്ടിവെച്ച തുകയുടെ 6% വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ കെട്ടിവെച്ച തുക പണം തിരിച്ചു കിട്ടും. ഈ കെട്ടിവെച്ച തുക കിട്ടാതെ തോൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ നാണം കെട്ട. ഈ കാസർഗോഡ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ്. അതെ, അതുണ്ട്. അതായത് 1987 CPIയുടെ സുബ്ബറാവു, ഡോക്ടർ സുബ്ബറാവു, ജലസേചന മന്ത്രി. അതെ, 91 CPMലെ BM രാമയ്യ ഷെട്ടി, 96 2001 CPMലെ M രാമണ്ണറെ, 2006 CPMലെ CH കുഞ്ഞമ്പു എന്നിവർ അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിച്ച മണ്ഡലമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കിട്ടിയ വോട്ട് എത്രയാണെന്നറിയോ? 40,639. അല്ല, മാത്രമല്ല നമ്മൾ ഒരേറെ ശ്രദ്ധിക്കേണ്ടത് AKG വളരെക്കാലം പ്രതികരിച്ച മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ MP ആയിരുന്നു AKG സാക്ഷാൽ. അതെ, അപ്പൊ അത്ര ശക്തി കേന്ദ്രത്തിൽ പാർട്ടിക്കുണ്ടായി ചോർച്ച ഭയങ്കരമാണ്. അല്ല, സുരേന്ദ്രൻ പക്ഷം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ ഞങ്ങൾ ജയിക്കും. കാരണം CPMൽ സ്പ്ലിറ്റ് ഉണ്ട്. CPMൽ സ്പ്ലിറ്റ് ഉണ്ടായത് കൊണ്ടാണ് സുരേന്ദ്രൻ ഈ പറയുന്ന 67,696 വോട്ട് കിട്ടിയത്. പക്ഷേ ആ സ്പ്ലിറ്റിനിടയ്ക്ക് CPMൽ നിന്ന് കുറേ വോട്ടുകൾ UDFിലേക്കും പോയി, BJPയിൽ നിന്നും UDFിലേക്ക് പോയി. അല്ല, മാത്രമല്ല BJP സംബന്ധിച്ചിടത്തോളം ആളൊക്കെ ഒരു ചിന്തകൾ ഈ നിഷ്പക്ഷരായ ആളെ ചിന്ത ഇവർ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നവരല്ല എന്നുള്ളതായിരുന്നു പൊതുവെ. ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി ആ അവസ്ഥ മാറി. അടുത്ത തവണ 10 മേൽ സീറ്റ് പോകും, കിട്ടും. ഇപ്പം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നാട് മുഴുവൻ CPM ഭയങ്കര പ്രചാരണം നടത്തുകയാണ്, കോൺഗ്രസ് BJP ബാന്ധവം. അത് പക്ഷേ എന്താണ് ശരിക്കും ഇതിനെക്കുറിച്ച് എന്തായാലും മിണ്ടാത്തത്? ഒരു CPM സ്ഥാനം, കാരണം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ട ഒരു മണ്ഡലം കേരളത്തിൽ. ഒന്ന് ആലോചിച്ച്. രസകര കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകന ശ്രീ രമേശ് മാത്യു ഉണ്ട്, നമ്മുടെ ഒരു പൊതു സുഹൃത്താണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ CPMന് 9 MLA ഉള്ളൂ. ശരിയാണ്, 809 വരെ ഉള്ളൂ. അതായത് കോട്ടയത്തിനും പത്തനംതിട്ടയ്ക്കും കൊല്ലത്തിനും കൂടെ ജനീഷ് കുമാർ. അതെ, പിന്നെ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഒരുവിധ ആശ്വാസ തിരുവനന്തപുരമാണ്. അവിടെയാണ് രസം. അതുപോലെ ഇടുക്കിക്കും 4 ജില്ലയ്ക്ക്, അതായത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, കൊല്ലത്ത് വേറെ CPMമാരും ജയിച്ചോ? ഇല്ല, CPMമാരും ജയിച്ചിട്ടില്ലല്ലോ. ഇല്ല, അവിടെ ഇപ്പൊ ജയിച്ചിരിക്കുന്നത് CPIക്കാരാണ്. അതെ, ഒരു CPI ആണ് ജയിച്ചിരിക്കുന്നത്, പിന്നെ CPM അല്ല ജയിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം പോയി. അതാ ചവറയും പിന്നെ കുണ്ടറയൊക്കെ മേശിക്കുട്ടിയമ്മ, കൊല്ലം എല്ലാം. അതാണ് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ ആകെ എത്ര MLAമാരുണ്ട്? ഈ തൃശ്ശൂർ, തെക്കൻ കേരളം മുതൽ മധ്യ കേരളം വരെ ഇത്ര MLAമാരേ ഉള്ളൂ. അതെ, ബാക്കിയുള്ളതൊക്കെ തൃശ്ശൂര് കുറച്ചുണ്ട്. തൃശ്ശൂർ വരെ എത്തുമ്പോഴേ 9 ആവുന്നുള്ളൂ. അതായത് സംപൂജ്യമായ ജില്ലകളാണ് ഇടുക്കിയും പാലക്കാടും. സംപൂജ്യമാണ് ഇടുക്കിയും പാലക്കാടും. അപ്പം എന്തായാലും ഈ പറയുന്ന നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, കേരളം ഭരിച്ച പിണറായി വിജയൻ സ്വർഗമാക്കിയ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിക്കാൻ തക്ക ആത്മവിശ്വാസമുള്ള പാർട്ടിയുടെ കഴിഞ്ഞ വർഷം 40,000 വോട്ട് പിടിച്ച പാർട്ടിക്ക് ഇത്തവണ 21,000 വോട്ടായിട്ട് ചുരുങ്ങിയ മഞ്ചേശ്വരം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എല്ലാവരും ഇവിടെ 3 സീറ്റ് BJP പിടിച്ചതേ ചർച്ച ചെയ്യുന്നുള്ളൂ. മഞ്ചേശ്വരത്ത് CPMന്റെ സ്ഥാനാർത്ഥി കെട്ടിവെച്ച കാശ്, ഇതിൽ പരം ഒരു നാണക്കേടുണ്ടോ? ഇല്ല, ഇതിൽ പരം ഒരു നാണക്കേടില്ല. കെട്ടിവെച്ച കാശ് പോകുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു നാണക്കേടില്ല. അപ്പോൾ അവിടെ വോട്ട് കച്ചവടം നടത്തിയത് ആരാണ്? അവിടെ എന്താണ് വോട്ടുകൾക്ക് സംഭവിച്ചത്? അതോ ഭൂരിപക്ഷ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകും? ഇതിനെക്കുറിച്ചൊന്നും BJPയും മിണ്ടുന്നില്ല, CPMും മിണ്ടുന്നില്ല. അതിന് IUML മിണ്ടേണ്ട കാര്യമില്ല, അവർ ജയിച്ചു കഴിഞ്ഞു. മറ്റവർ രണ്ടുപേരും എന്തുകൊണ്ട് മിണ്ടില്ല? എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിയോ,
ഈ CPM-നെ ജനങ്ങൾ അതുപോലെ വെറുത്തു. ന്യൂനപക്ഷങ്ങൾ ഇതുപോലെ ഏകിയ, അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവരുണ്ട്, പിന്നെ മറ്റ് ഹൈന്ദവ സമുദായത്തിൽ നോക്കിയാൽ ഈഴവരുണ്ട്. പാർട്ടിയുടെ CPM-ന്റെ വോട്ട് ബാങ്കായിരുന്ന ഈഴവ സമുദായം തിരിച്ചു കുത്തി. ഒറ്റ കാരണമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള വ്യക്തിയോടുള്ള കലിപ്പും പിണറായി വിജയനോടുള്ള കലിപ്പും. ഏറ്റവും വലിയ കലിപ്പ് വെള്ളാപ്പള്ളിയോട്, അതിൽ നിന്ന് ഉത്ഭവിച്ച അയാളെ താങ്ങി നടക്കുന്ന പിണറായി വിജയനോട്. അതൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊള്ളാം.